ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ യു എയിൽ ഒരുപാട് പേര് തൊഴിൽ അന്വേഷിച്ച് വരുന്നവരുണ്ട്, വിസിറ്റ് വിസ എടുത്ത് വരുന്നവരുണ്ട്. അപ്പം ഇവിടെ വന്ന് ജോലി അന്വേഷിച്ച് ജോലി കണ്ടെത്തുന്നു. ജോലി കണ്ടെത്തി കഴിഞ്ഞാൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുന്നേ അപ്പം അവർക്ക് ലേബർ വിസ എടുക്കണം. അപ്പം ഈ പറയപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ ഉദ്യോഗാർത്ഥി നാട്ടിലേക്ക് തിരിച്ചു പോയതിനു ശേഷം മാത്രമേ പുതിയ വിസ എടുക്കാൻ പറ്റുകയുള്ളൂ. അല്ല, ആദ്യം ഒരു കാര്യത്തിലൊരു ചെറിയൊരു മാറ്റം, അതായത് വിസിറ്റ് വിസയിൽ ഇവിടെ വന്ന് ജോലി അന്വേഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ പൊതുവെ ഇവിടെ ട്രെൻഡാണ്, കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. വിസിറ്റ് വിസയിൽ വരുന്നു, ജോലി അന്വേഷിക്കുന്നു. ഓക്കെ, നമുക്കിനിപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് ഗഹനമായിട്ട് കിടക്കണ്ട. അത് എനിവേ, ഒരാൾക്കൂടെ ജോലി കിട്ടുന്നു, വിസിറ്റ് വിസയിൽ നിൽക്കുന്ന ഒരാൾക്ക് ജോലി കിട്ടുന്നു. ജോലി കിട്ടുന്ന ആൾ ഇപ്പോൾ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പുറത്തേക്ക് പോകണമോ, പുറത്തേക്ക് പോയതിനു ശേഷം ഈ കൺട്രിയിൽ നിന്ന് ഔട്ടായതിനു ശേഷം മാത്രമേ അദ്ദേഹത്തിന് പുതിയ വിസ അപ്ലൈ ചെയ്യാം, വിസ ലഭിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പഴയ വിസയിൽ നിന്ന് എക്സിറ്റ് ആയതായിട്ട് കാണിക്കണം. അപ്പൊ പഴയ വിസിറ്റ് വിസയിൽ നിന്ന് അദ്ദേഹം പുറത്തു പോയിട്ട് പുതിയ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള റെസിഡൻസ് വിസയിൽ അദ്ദേഹം അകത്തേക്ക് വരണം, കൺട്രിക്ക് അകത്തേക്ക് പ്രവേശിക്കണം. ഇതാണ് ഇതിൽ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ആദ്യം അദ്ദേഹം ഈ വിസിറ്റ് വിസ ഇവിടുന്ന് കഴിയണം. വിസിറ്റ് വിസയുടെ ആ പർപ്പസ് കഴിഞ്ഞ്, ആ വിസിറ്റ് കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് പോകും. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേര് റിമൂവ് ആയി. അദ്ദേഹം ഇവിടെ യു എയിൽ ഇല്ല നിലവിൽ. പിന്നീട് അദ്ദേഹം യു എയിലേക്ക് വരുമ്പോൾ അദ്ദേഹം വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ റെസിഡൻസ് വിസയായിട്ടാണ് വരുന്നത്. അപ്പൊ അദ്ദേഹം യു എയിലേക്ക് പ്രവേശിക്കുന്നത് റെസിഡൻസ് വിസയായിട്ടാണ് പ്രവേശിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് പ്രകാരം അദ്ദേഹം ഇപ്പോൾ യു എയിലുള്ളത് നിലവിലുള്ള റെസിഡൻസ് വിസ പ്രകാരമാണ്. അത് നാട്ടിലേക്ക് പോകണമോ മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് പോകണമോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം നിർബന്ധമാണ്, അദ്ദേഹം എക്സിറ്റ് ആവണം. രാജ്യത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ചില ആളുകൾ ഇവിടെ തന്നെ പൈസ കൊടുത്ത് എക്സിറ്റ് ആയി കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്ത. പക്ഷെ അത് എന്നിരുന്നാലും സിസ്റ്റത്തിൽ ഇദ്ദേഹം എക്സിറ്റ് ആയി എന്നുള്ളത് കാണണം. കാരണം ഇദ്ദേഹത്തിന്റെ ആ സ്റ്റാറ്റസ് മാറണം. വിസിറ്റ് വിസയിൽ അകത്തേക്ക് പ്രവേശിച്ച് യു എക്ക് അകത്തേക്ക് പ്രവേശിച്ച ഒരാള് അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് മാറി യു എയിൽ നിന്ന് പുറത്തു പോയി, വിസിറ്റ് വിസ കഴിഞ്ഞു, അത് കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം റെസിഡൻസ് വിസയിൽ യു എയിലേക്ക് വന്നതായിട്ട് കാണണം. അതെല്ലാം ഒരു പ്രൊസീജിയറൽ ഫോർമാലിറ്റീസ് ആണ്. എങ്കിൽ കൂടി അങ്ങനെയാണ് അദ്ദേഹത്തിന് വിസ അടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലാതെ നിലവിൽ ഒരേ സമയം 2 വിസ അദ്ദേഹത്തിന് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ ഒരാൾ വിസിറ്റ് വിസ വന്ന് വിസിറ്റ് വിസ അവസാനിപ്പിച്ച് പുറത്തുപോയി പുതിയ റെസിഡൻസ് വിസയിൽ അകത്തേക്ക് വന്നായിട്ട് സിസ്റ്റത്തിനകത്ത് കാണാൻ. ഇനി ഈ എമിറേറ്റ്സ് ID നഷ്ടപ്പെടുക, ഇപ്പോൾ ഇവിടെ അഗ്നിബാധ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു, അല്ലാതെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകുന്നു. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ ഇത് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു പരാതി നമ്മൾ പോലീസിൽ കൊടുക്കണം. നമ്മുടെ ഡോക്യുമെന്റ്സ് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള പരാതി പോലീസിൽ കൊടുക്കണം. ഇതിൻ്റെ എല്ലാം കോപ്പി വെച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഒരു സെറ്റ് ഓഫ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ എമിറേറ്റ്സ് ID ആണെങ്കിൽ എമിറേറ്റ്സ് IDയുടെ ഒരു കോപ്പി, ഫോട്ടോസ്റ്റാറ്റ് കോപ്പി, നമ്പർ എന്തെങ്കിലും വെച്ചുകൊണ്ട് നമ്മൾ അപേക്ഷിക്കണം. എൻ്റെ ID നഷ്ടപ്പെട്ടു, പാസ്പോർട്ട് പോകുന്നത് പോലെ തന്നെ. എന്നിട്ട് ആ അപേക്ഷ വെച്ചുകൊണ്ട് നമുക്ക് റീടൈപ്പ് ചെയ്യാം. ടൈപ്പിംഗ് സെൻറ്ററിൽ ചെന്നിട്ട് പുതിയ എമിറേറ്റ്സ് IDക്ക് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷ, പുതിയ മീൻസ് ഡ്യൂപ്ലിക്കേറ്റ് എമിറേറ്റ്സ് IDക്ക് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കും. അപേക്ഷ കൊടുത്ത് പൈസ സെയിം തന്നെയാണ്, പഴയ പൈസ തന്നെ നമ്മൾ അടയ്ക്കണം. എന്നിട്ട് നമ്മൾ പുതിയ എമിറേറ്റ്സ് ID എടുക്കണം. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ കണ്ടു, റോഡ് മുറിച്ച് കടക്കുമ്പോണ്ടാകുന്ന അപകടങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഈ റോഡ് മുറിച്ച് കടക്കുക എന്നുള്ളൊരു നിയമലംഘനമാണല്ലോ ഇവിടെ. അങ്ങനെയുള്ള ആളുകളെ എമിറേറ്റ്സ് ID വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും എന്നൊരു വാർത്ത വന്നിരുന്നു പത്രങ്ങളിൽ. ഇന്ന് അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് പത്രവാർത്ത, ആ വാർത്ത തെറ്റാണ്, അതൊരു ആരോപണം, ഒരു ഊഹം മാത്രമാണ് എന്നുള്ളത്. ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് അത് ഞാൻ പറഞ്ഞല്ലോ, പല വാർത്തകളും ഇവിടെ പണ്ട് ഒരു ചൊല്ലുണ്ട്, ഈ മലയാളികൾ പറയുന്നതിൻ്റെ കാര്യം ലുങ്കി ന്യൂസുകൾ എന്ന് പറയും. കാരണം അത് ഇവിടുത്തെ ലോക്കൽ അറബികൾ എപ്പോഴും പറയും അത് ലുങ്കി ന്യൂസ് എന്ന് പറയും. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് അറിയാത്തൊരു കാര്യം. അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് നമ്മുടെ ഒരു സിനിമാ നടൻ ബഹുമാനപ്പെട്ട ജഗദീഷ് ശ്രീകുമാറിന് അപകടം പറ്റിയപ്പോൾ എൻ്റെ സുഹൃത്ത് നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അറിഞ്ഞില്ലേ ജഗദീഷ് ശ്രീകുമാർ മരണപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു എങ്ങനെ? ഉടൻ തന്നെ അപകടം ടിവിയിലൊക്കെ വരുന്നുണ്ട്. സംഗതി അതുവരെ ശരിയായിരുന്നു. അദ്ദേഹത്തിന് അപകടം സംഭവിച്ചു, ദൈവം സഹായിച്ച് അദ്ദേഹം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നുകയാണ്, നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യമുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹം അപകടം സംഭവിച്ചു, മരണപ്പെട്ടു പോയി, അതല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിച്ചു. ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ളൊരു ഊഹാപോഹങ്ങളാണ്. അത് നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യും, അത് മറ്റൊരാളോട് ഷെയർ ചെയ്യും. ഇപ്പോൾ എമിറേറ്റ്സ് ID ഉപയോഗിച്ചുകൊണ്ട്
റോഡ് മുറിച്ച് കിടക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്ന പത്രമാധ്യമങ്ങളെ കുറച്ച് കുറ്റം പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇത് GPS സിസ്റ്റം വെച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആര് റോഡ് മുറിച്ച് കിടക്കുന്നു, അതെങ്ങനെ Emirates ID വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, അതൊരിക്കലും സാധിക്കാത്ത കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു കാര്യം, റോഡ് മുറിച്ച് കിടക്കുന്ന വ്യക്തികൾക്ക് ഇവിടെ ശക്തമായ ഫൈൻ ഈടാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. റോഡ് മുറിച്ച് കിടക്കുന്നവർക്കല്ല, റോഡ് മുറിച്ച് കിടക്കാൻ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് കൂടെ അല്ലാതെ റോഡ് ക്രോസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. 200 ദിർഹം 500 ദിർഹംസ് ഒക്കെ ഫൈൻ ഉണ്ട്. പിന്നെ അതിൽ അപകടം പറ്റി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് ആണ്. അവരും കൂടി അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ആ അപകടത്തിന്. അപ്പൊ അവർക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ പകുതിയായിട്ട് കുറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ റോഡ് മുറിച്ച് കിടക്കുന്ന അതല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്ന ആളുകൾ പോലീസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ എമിറേറ്റ്സ് ഐഡന്റിറ്റി കാർഡ് കാണിച്ചു കൊടുക്കും. ചോദിക്കുമ്പോൾ എമിറേറ്റ്സ് ഐഡന്റിറ്റി കാർഡ് നോക്കി കഴിഞ്ഞാൽ ആളെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായിരിക്കും ചിലപ്പോൾ. അതിപ്പോ എമിറേറ്റ്സ് ID വേണമെന്നില്ല. റോഡ് ക്രോസ് ചെയ്യുന്ന ഒരാളെ പോലീസ് വന്നിട്ട് അതിന്റെ പത്താക്ക ചോദിച്ചാൽ അതായത് പേര് അജി കുര്യാക്കോസ് പേര് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എമിറേറ്റ്സ് ID അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് വാങ്ങിച്ചാലുണ്ട്. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും ചിലപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്, തെറ്റായ വാർത്തകളാണ്. പക്ഷേ ഇത് പറഞ്ഞ ഈ സാന്ദർഭികവശാൽ ഇത് പറഞ്ഞതുകൊണ്ട് പറയാൻ ഒന്നുകൂടി ഇടവതിരിയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, വാഹനം ഓടിക്കുന്നവരാണ് നമ്മളിൽ പലരും. വാഹനം ഓടിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ഒരു കോൺസെൻട്രേഷൻ പോയിന്റ് ഉണ്ട്. അതിനകത്ത് കൂടെ അവർ പെട്ടെന്ന്, ഇപ്പം ഞാൻ വീണ്ടും പറയുന്ന അൻസാർ മാളിന് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഷാർജയ്ക്കകത്ത്. കാരണം അത് റോഡ് ക്രോസ് ചെയ്യാൻ അത്രയും 4-8 ലൈൻ ക്രോസ് ചെയ്ത് വേണം പോകാൻ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്പീഡിലായിരിക്കില്ല വാഹനങ്ങൾ വരുന്നത്, നടന്നു പോകുന്ന ആളുകൾ. വാഹനം ഓടിക്കുന്ന ആളുകളെ സംബന്ധിച്ച് റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന ആള് ക്രോസ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ ഒരിക്കലും അവർക്കുണ്ടാവില്ല. അപ്പോൾ രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടാണ്. അപകടം പറ്റിയ ആളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ലൈഫിന് ദോഷം സംഭവിക്കും, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് ദോഷം സംഭവിക്കും. ഇനി വാഹനം ഓടിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ വാഹനം ഓടിക്കുന്ന ആൾക്ക് എന്ത് അപകടം പറ്റിയാലും അദ്ദേഹം ആ വ്യക്തിക്ക് റിക്കവർ ചെയ്ത് വരുന്നവരെയോ അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ മരണപ്പെട്ട അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നവരെയോ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം അഡ്മിറ്റ് ചെയ്യുന്നവരെയോ ആ വ്യക്തി ജയിലിനകത്തിരിക്കേണ്ടി വരും. ഒത്തിരി കുടുംബങ്ങൾ ഇതിനകത്ത് ഇതുകൊണ്ട് ഈ ഒരു പ്രക്രിയ കൊണ്ട് ഒത്തിരി ആളുകൾക്ക് നഷ്ടം സംഭവിക്കും. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് ഒക്കെ സംഭവിക്കുന്നു. ഒപ്പം തന്നെ വാഹനം ഓടിക്കുന്ന ആളെ സംബന്ധിച്ച് അവരുടെ കാര്യമായിരിക്കും, പല കാര്യങ്ങൾക്കും വേണ്ടി പോകുന്ന ആളുകളായിരിക്കും, പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകുന്ന ആളുകളായിരിക്കും. അപ്പം നമ്മുടെ ഈ ഒരു അശ്രദ്ധ കൊണ്ട് അത് ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ ഗൾഫ് കോട്ടിൽ വിസയും എമിറേറ്റ്സ് ID യുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്തത്. അടുത്ത ആഴ്ച പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.